തിരുവനന്തപുരം നാവായിക്കുളത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 30 കുട്ടികൾ ചികിത്സ തേടി. 3 കുട്ടികൾ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആർക്കും ഗുരുതര പ്രശ്നങ്ങൾ ഇല്ല എന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഒരു ചുരുക്കം കുറച്ച് കുട്ടികൾക്ക് ഒരു ലൂസ് മോഷൻ പോലെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ഇവിടുത്തെ SMCയും PTAയും അധ്യാപകരുമെല്ലാം അവരെ പോയി കണ്ടിരുന്നു. അതിലൊരു 3 കുട്ടികൾ ഹോസ്പിറ്റലിലുണ്ട്. അത് അടിയന്തരമായിട്ട് ഇന്നിപ്പോൾ ബ്ലഡ് റിസൾട്ട് വരണം. ബ്ലഡ് റിസൾട്ട് വന്നാൽ അത് പോയിസൺ ആണോ ഇല്ലയോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. AK സ്റ്റെഫിൻ ചെയ്യുന്നുണ്ട്. സ്റ്റെഫിൻ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയതായിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. എന്താണ് സംഭവിച്ചതെന്ന് കൂടുതലായി മനസ്സിലാക്കുന്നു? ഏതായാലും കൂടുതൽ വ്യക്തത അതുമായി ബന്ധപ്പെട്ട് ഇനി വരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കുട്ടികൾക്കെല്ലാം തന്നെ അവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും നൽകിയിരുന്നത് ഭക്ഷണമായിട്ട്. അപ്പോൾ അത് കഴിച്ച കുട്ടികൾക്കാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. 30 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഛർദിലും അതോടൊപ്പം തന്നെ വയറ്റിളക്കവും ഉണ്ടായത്. അതിൽ പല കുട്ടികളും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. ഏതാണ്ട് 3 കുട്ടികളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഏതായാലും അവരുടെ രക്തസാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്കൂളിൽ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. കിണറ്റിലെ വെള്ളവും അതോടൊപ്പം തന്നെ അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം തന്നെ വിദഗ്ധമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഏതായാലും പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിഭാഗം ഉള്ളത്. കുട്ടികളുടെ ഒന്നും തന്നെ ആരോഗ്യ സ്ഥിതി ഗുരുതരമല്ല. ശരി, AK സ്റ്റെഫിനാണ് ഇവരെ നൽകിയത്. തിരുവനന്തപുരം നാവായിക്കുളത്താണ് ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 30 കുട്ടികൾ ചികിത്സ തേടിയത്.